ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അൺഹെൽത്തി ആയിട്ടുള്ള ഒരു INFJ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുക, എങ്ങനെയാണ് അവർ ലൈഫ് പോകേണ്ടായിരിക്കുക, ഒരു സ്റ്റേജ് എങ്ങനെയായിരിക്കും, ആ സ്റ്റേജിൽ നിന്ന് എങ്ങനെ നമുക്ക് കരകയറി വരാം, അങ്ങനെയുള്ള കുറച്ച് ടിപ്സ്, കുറച്ച് കാര്യങ്ങൾ, ഒരു ബേസിക്കായ കുറച്ച് സാധനങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നത്. വളരെ സ്ട്രഗ്ലിംഗ് സ്റ്റേജിലുള്ള INFJകൾ ആരെങ്കിലും ആണ് നിങ്ങളെങ്കിൽ, നിങ്ങൾക്ക് അങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്ന INFJ സുഹൃത്തുക്കളുണ്ടെങ്കിൽ ആർക്കെങ്കിലൊക്കെ ഉപകാരപ്രദമാവും എന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ടാണ് നിങ്ങൾ യൂട്യൂബ് ചാനൽ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നോക്കാം, അൺഹെൽത്തി ആയിട്ട് INFJ. എന്താ അൺഹെൽത്തി INFJ എന്ന് പറയുക? അൺഹെൽത്തി ആവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഒരു അനാരോഗ്യപരമായ എന്തെങ്കിലും സംഭവം ഉണ്ടാവും. അപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഒരു ലവ് ഫെയിലിയർ നമുക്ക് ഉണ്ടാവുമായിരിക്കും, നമ്മളാരെയും തേച്ചു പോയി, അല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലെ ഒറ്റപ്പെടൽ കാര്യമായി അനുഭവിക്കുന്നുണ്ട്, ആളുകളൊന്നും നമ്മളെ വേണ്ട രീതിയിൽ മനസ്സിലാക്കണില്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, നമുക്ക് കാര്യമായിട്ടൊന്നും നമ്മൾ വിചാരിച്ച സാധനങ്ങളൊന്നും, എക്സ്പെൻസുകളൊന്നും മീറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല, അങ്ങനെ പ്രശ്നമുണ്ട്. നമ്മളെ വൈകാരികമായിട്ട് ബാധിക്കുന്നു, ശാരീരികമായി ബാധിക്കുന്നു, അല്ലെങ്കിൽ മെൻ്റലി ബാധിക്കുന്നു. ഈ അവസ്ഥയിൽ എങ്ങനെയാണ് ഒരു INFJകളുടെ മൊത്തത്തിലുള്ളൊരു പോക്കുണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇതിലിത്രയേ ഉള്ളൂ. അങ്ങനെ അൺഹെൽത്തി അവസ്ഥയിൽ ഇരിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ ഇതിൽ നമ്മുടെ ഇൻഡ്യൂഷൻ്റെ കാര്യം പറയാം. നമുക്ക് ഇൻഡ്യൂഷൻ നല്ല പവർഫുള്ളായ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സാധനമാണ് നമ്മൾ പറഞ്ഞു. നമ്മുടെ ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇൻഡ്യൂഷനാണ്, ഇൻട്രോവേർട്ടഡ് ഇൻഡ്യൂഷൻ എന്ന് വെച്ചാൽ നമുക്കൊരു കാര്യം പെട്ടെന്ന് നമുക്ക് തോന്നും ഇതിങ്ങനെയാണ് ഇല്ലേ. നമ്മളിപ്പോൾ ഭാവി മുൻകൂട്ടി പ്രവചിക്കുന്ന പോലെ, അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഈ പാറ്റേണുകളൊക്കെ കണ്ടെത്തിയിട്ട് കാര്യം ഇതാണെന്ന് മനസ്സിലാവും. ഈ സ്കില്ല് നഷ്ടപ്പെടും, അല്ലെങ്കിൽ ഇത് കുറയും, ഇതിനെ കാര്യമായി ബാധിച്ചു തുടങ്ങും. അതായത് നമുക്ക് പല സാധനം കൊണ്ട് ക്ലിക്കാവില്ല, ഇതെന്ത് സാധനം മനസ്സിലാവുകയില്ല. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായിരിക്കും. അതായത് നമ്മളിപ്പോൾ ട്യൂബ് ലൈറ്റ് എന്നൊക്കെ പറഞ്ഞു, ഒരു 10 മിനിറ്റ് സ്ലോ എന്നൊക്കെ പറഞ്ഞ പോലെ പല കാര്യങ്ങളും നമുക്ക് ക്ലിക്കാവും, ഭയങ്കര പാടായിരിക്കും. അപ്പോൾ നമ്മളെ തനി പൊട്ടനായിട്ട് പൊട്ടിയിട്ടൊക്കെ ആളുകൾ കരുതും. തീരെ ബോധമില്ലല്ലോ, ഈ വരില്ലല്ലോ, അങ്ങനെയൊക്കെ ഭയങ്കര നമുക്കിങ്ങനെ എപ്പോഴും കൺഫ്യൂസ്ഡ് ആയിരിക്കും. ഒരു കാര്യത്തെക്കുറിച്ച് കൃത്യമായി ഉറപ്പില്ലാണ്ട് ഉള്ള ഒരു വല്ലാത്തൊരു പ്രശ്നമായിരിക്കും. അതാണ് മെയിൻ വിഷയം. ഭയങ്കര ഫ്ലക്ച്വേറ്റിംഗ് ആയിരിക്കും നമ്മൾ കാര്യങ്ങളെക്കുറിച്ച്. എന്താണ് വിശ്വസിക്കേണ്ടത്, എന്താണ് വിശ്വസിക്കുക, എന്ത് വിശ്വസിക്കാൻ പാടില്ല, ഏതാണ് ശരി, ഏതാണ് തെറ്റ്, അല്ലെങ്കിൽ എന്ത് സംഭവം, എന്താ ചെയ്യേണ്ടതിനെക്കുറിച്ച് ഭയങ്കര കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കും. രണ്ടാമത്തെ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫീലിങ്സ് നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടും. അതായത് പെട്ടെന്ന് സങ്കടം വരിക, പെട്ടെന്ന് സന്തോഷം വരിക, പെട്ടെന്ന് ദേഷ്യം വരിക, ഇറിറ്റേറ്റഡ് ആവുക, ഇങ്ങനെ കുറേ വിഷയങ്ങളുണ്ടായിരിക്കും. പലർക്കും ഇത് വേറൊരു രീതിയിലാണ് സംഭവിക്കുക. അതായത് നമ്മൾ സാധാരണ ആളുകൾ സംസാരിക്കുമ്പോൾ ഒരു ഫീലിങ്സ്, ഇമോഷൻസൊക്കെ വെച്ച് ആ ഒരു അങ്ങനെ ഒരു കണക്ഷനാണ് നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ടായിരിക്കുക. അതായത് നമ്മൾ ലോജിക്കലായ കാര്യങ്ങൾ, ഇമോഷണലായ കാര്യങ്ങളും എല്ലാം നമ്മൾ പറയുന്നുണ്ടാവും. നമ്മളൊരാളോട് സ്നേഹം കാണിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ അയാളോട് ഷെയർ ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മൾ അൺഹെൽത്തി ആയ ഒരു അവസ്ഥയിലാണെങ്കിൽ പലരും ചെയ്യുന്നത് ഇതാണ് ഷട്ട് ഡൗൺ ചെയ്യും. എന്ന് വെച്ചാൽ നമ്മുടെ ഇമോഷണലായ ഒരു സൈഡ് ഒരാളോട് കാണിക്കേണ്ടാവില്ല, അത് നമ്മുടെ കാര്യമായി ബാധിക്കും. അത് ഭയങ്കരമായിട്ട് ഒരു വെയിറ്റ് അവിടെ വെച്ച പോലെയും. അപ്പോൾ നമുക്ക് ശ്വാസം കിട്ടാത്ത പോലെ, ഇവിടെ എന്തൊരു ബലൂൺ വന്ന് നിറഞ്ഞിരിക്കണ പോലെ ചെസ്റ്റിൻ്റെ അവിടെ ഉള്ളിൽ, ഇതിൻ്റെ ഉൾഭാഗത്ത് അങ്ങനെയൊക്കെ തോന്നും. ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടായിരിക്കും. ഇമോഷണലി നമ്മൾ ഷട്ട് ഡൗൺ ചെയ്യും. അങ്ങനെ ഇമോഷണലി ഷട്ട് ഡൗൺ ചെയ്ത് ഭയങ്കര പ്രശ്നം. കാരണം നമുക്കൊരു ഔട്ട്ലെറ്റ് വേണം. നമുക്ക് എപ്പോഴും പ്രത്യേകിച്ച് INFJകൾക്ക് നമ്മളൊരു എക്സ്ട്രോവേർട്ടഡ് ഫീലിംഗ് ആയതുകൊണ്ട് നമുക്ക് ആളുകളായിട്ട് ഇമോഷണലി കണക്ട് ചെയ്യണം. പക്ഷെ നമ്മൾ പലപ്പോഴും ഇത് ഒന്ന് കംപ്ലീറ്റ് മാറിയിരിക്കുമ്പോൾ നമ്മളെ കാര്യമായി ബാധിക്കും. അപ്പോൾ പലരും ആ ഒരു സ്ട്രെയിനിലാണ്. പലരും ഒരുപാട് എഴുതും, അല്ലെങ്കിൽ എന്താ പറയുക, വെറുതെ പറഞ്ഞുകൊണ്ട് സംസാരിക്കും, ഒരു ബാലൻസ് ഇല്ലാണ്ട് ആളുകളോട്. ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടാവും. അല്ലെങ്കിൽ കംപ്ലീറ്റ് സൈലൻസ് ആയിരിക്കും. എത്രയോ മാസങ്ങൾ ഒരാളോട് സംസാരിക്കാണ്ട് ഒതുങ്ങി അങ്ങനെ ഇരിക്കുന്ന ഒരു പ്രശ്നങ്ങളൊക്കെ ഒരുപാടുണ്ട്. ഇത് സ്പ്രിങ് പോലെയാണ്. നമ്മൾ എത്രത്തോളം ഷട്ട് ഡൗൺ ചെയ്യുന്നത്, എത്രത്തോളം ഒതുങ്ങി വെക്കുന്നത് ഒരു ദിവസം തീർക്കും. അല്ലെങ്കിൽ ഇത് വല്ലാത്ത പ്രശ്നങ്ങളുണ്ടാവും നമ്മുടെ സോഷ്യൽ ലൈഫിലും മൊത്തത്തിൽ നമ്മളെ ഇത് ബാധിക്കുന്നുണ്ടായിരിക്കും. അതായത് നമുക്കൊരു ബാലൻസ് കിട്ടാത്തൊരവസ്ഥയ്ക്ക് വരും. വേറെ സംഗതി, അതേപോലെ ആളുകളത്ത് ഇമോഷണലി ചില ആളുകളൊക്കെ നമ്മൾ വല്ലാണ്ട് ദുരുപയോഗം ചെയ്യും. അങ്ങനെ എന്താണ് അൺഹെൽത്തി ആയ ഒരവസ്ഥ. വേറെ സാധനം എന്താ വെച്ചാൽ എക്സ്ട്രോവേർട്ടഡ് ഫീലിംഗ്. എന്താണ് എക്സ്ട്രോവേർട്ടഡ് ഫീലിംഗ് എന്ന് പറഞ്ഞാൽ? അതായത് ഉദാഹരണത്തിന് എക്സ്ട്രോവേർട്ടഡ് ഫീലിങ്ങിൻ്റെ കാര്യം ഇതിപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ സാധനം. വേറെ സാധനം വരുന്നത് ഇൻട്രോവേർട്ടഡ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് ഉള്ളിലൊരു ലോജിക്ക് സാധനം ഉണ്ടായിരിക്കും അല്ലേ. പലർക്കും കാണുന്നൊരു സംഭവം എന്താ അറിയുമോ, നമ്മളിത് ഇൻട്രോവേർട്ടഡ് തിങ്കിങ്ങിന് പകരം എക്സ്ട്രോവേർട്ടഡ് തിങ്കിങ് ഇപ്പോൾ ചില ആളുകൾ ഡെവലപ്ഡ് ആവണതൊക്കെ ആ രീതിയിലൊക്കെ പെരുമാറുന്നതൊക്കെ കാണുന്നുണ്ട്. എന്നുവെച്ചാൽ എല്ലാ കാര്യവും തിങ്കിങ്ങിൻ്റെ ആ ഒരു സൈഡ് വെച്ച് ഇങ്ങനെയാണ്. പക്ഷേ ഇത് നമ്മൾ വല്ലാണ്ട് ഡ്രൈ ആക്കും. കാരണം നമുക്കൊരു പച്ചപ്പ് കിട്ടണതും ഒരു സ്പ്രൗട്ടിങ് ആയ ഒരു കുളിർമ തോന്നുന്നതൊക്കെ ഈ ഇമോഷണലായ ഫീലിങ്സും ഈ സാധനങ്ങളും ഒക്കെ കിട്ടണോണ്ടും കൂടിയാണ്. ഇത് കിട്ടാണ്ടിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടായിരിക്കും. നമ്മൾ എക്സ്ട്രോവേർട്ടഡ് തിങ്കിങ് ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ ഒരു പ്രശ്നം എന്താണ്, ഇത് അത്യാവശ്യം നമുക്ക് ഡെവലപ്പായിട്ട് വരണം ഈ സാധനങ്ങളൊക്കെ. പക്ഷേ ബാക്കി ഇൻട്രോവേർട്ടഡായി തിങ്കിങ് നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള സാധനമുള്ളത്. ഇത് നമ്മളിട്ട് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ
പുറമേ നിന്ന് ആ തിങ്കിങ്ങിൻ്റെ സാധനം മാത്രം വയ്ക്കുമ്പോൾ പെട്ടെന്ന് ഡ്രൈ ആവും. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഭയങ്കര ടെക്നിക്കലായ രീതിയിൽ കാര്യങ്ങൾ സംസാരിക്കുന്ന, വളരെ ഇൻ്റലിജൻ്റായ കാര്യങ്ങൾ സംസാരിക്കുന്ന ആളുകൾ നമ്മൾ അവരോട് ഇങ്ങനെ സംസാരിക്കുക വിചാരിക്കുക. അങ്ങനെ ആളുകളെ ഇടപഴകാൻ നമുക്ക് ഒരുപാട് ഇഷ്ടമുണ്ടായിരിക്കും. അൺഹെൽത്തി ആയിരിക്കുന്ന അവസ്ഥയിലും ഒക്കെ അല്ലാത്തപ്പോഴൊക്കെ. പക്ഷേ അൺഹെൽത്തി ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മളിതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുമ്പോൾ നമ്മൾ ഈ കാണുന്നതും കേൾക്കുന്നതൊക്കെ ഫുള്ള് ഇൻ്റലക്ച്വലായ കാര്യങ്ങൾ മാത്രമേ, അതിനൊരു ഇമോഷണലായിട്ടുള്ളൊരു കണക്ഷൻ ഒന്നും ഉണ്ടാവില്ല. അത് വല്ലാണ്ട് ഡ്രൈ ആക്കും നമ്മൾ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതുപോലെ ഇമോഷണലായ ആളുകളെ നമുക്ക് കേൾക്കാനൊന്നും പലപ്പോഴും തോന്നില്ല. അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ട്. ഇതാണ് അൺഹെൽത്തി ആയ ഒരു സൈഡ്. നമ്മൾ സാധാരണ നല്ല ലിസണേഴ്സാണ്. ഒരാൾ എന്തെങ്കിലും പറയുമ്പോൾ നമ്മളത് കേൾക്കും. അല്ലെങ്കിൽ ഒരാൾക്ക് അയാൾ ചിരിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കണമെങ്കിൽ അയാൾ എന്തോ പെയിന് ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ഒരാളാണ് തോന്നി നമ്മൾ പറയും എന്തെങ്കിലും പ്രശ്നമുണ്ടോ പറയും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളങ്ങനെ വി ട്രൈ ടു ബി എ ലിസണിങ് ഇയർ. പക്ഷേ ഈ സാധനത്തിലൊരു മാറ്റം വരും. നമുക്ക് നമ്മൾ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് നിൽക്കുന്ന സമയത്ത് നമ്മൾ വേറൊരാളുടെ ഇമോഷൻ നമ്മളെ വല്ലാണ്ട് ബാധിക്കും. നമുക്ക് ഇത് വല്ലാണ്ട് ആ സാധനത്തിന് നമ്മൾ നെഗേറ്റ് ചെയ്യും, അതായത് റെഫ്യൂട്ട് ചെയ്യും, നിരസിക്കും. ഈ സാധനമൊന്നും ഇല്ല എന്നുള്ള ലെവലിലൊക്കെ അങ്ങനെ വലിയ കാര്യമില്ല എന്നൊക്കെ. അടുത്ത് നമ്മുടെ ഇൻഫീരിയർ ഫംഗ്ഷൻ ആയിട്ടുള്ള എക്സ്ട്രോവേർട്ടഡ് സെൻസിങ്ങിന് അതിൽ കാര്യമായ മാറ്റങ്ങളുണ്ടാവും. എന്ന് വെച്ചാൽ അൺഹെൽത്തി ആയ ഒരു INFJ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓവറായിട്ടുള്ള ആൽക്കഹോൾ കൺസംഷൻ, അല്ലെങ്കിൽ ചിലപ്പോൾ വെള്ളടിയൊന്നും ആവില്ല, വേറെ എന്തെങ്കിലും പരിപാടി, ഡ്രഗ് അബ്യൂസ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ചെയ്യണം, സെക്സ് ഒരുപാട് ഇതുള്ള സെക്സിലോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കംപ്ലീറ്റ് ചിലവർ ഇതിന്ന് കംപ്ലീറ്റാണ് മാറും. രണ്ട് എക്സ്ട്രീം ലെവലിൽ എത്തുമ്പോഴും പ്രശ്നമില്ല. അതായത് സെൻസിങ്ങിലൊന്നും പോകാണ്ട് ഫുള്ള് ധ്യാനം രീതിയിലായിരിക്കും പല ആളുകൾ, അല്ലെങ്കിൽ വളരെ മെഡിറ്റേറ്റീവായ വളരെ സോഫ്റ്റ് നേച്ചേർഡായി മ്യൂസിക്കും കേട്ട് റൂമിൻ്റെ ഉള്ളിൽ, അല്ലെങ്കിൽ വളരെ ബുദ്ധനെ പോലുള്ള ഒരവസ്ഥയിൽ. മോശം ഇതല്ല, പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ സമൂഹത്തിൽ കേൾക്കുമ്പോൾ അത്യാവശ്യം ഈ സെൻസറി സാധനങ്ങൾ നമ്മൾ കേൾക്കണം. നമ്മളിപ്പോൾ ഒരു പൂരപ്പറമ്പിക്ക് പോയി വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു ഫെസ്റ്റിവലിന്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു സാധനത്തിന് നമ്മൾ പോയി വിചാരിക്കുക. അപ്പോൾ കല്യാണത്തിന് പോയി വിചാരിക്കുക, അവിടെ കൂളായി വൈബൊന്നും ആവണമെന്നൊന്നുമില്ല. അപ്പോൾ അൺഹെൽത്തി ആയിരിക്കുന്ന ഒരവസ്ഥ ഒന്നല്ലെങ്കിൽ ഇതിൽ ഓവറായിട്ട് നമ്മൾ ഇടപെടും. പബ്ബ് പോയിട്ട് ഓവറായിട്ട് അടിച്ചുപൊളി അങ്ങനെ എന്തെങ്കിലും സാധനങ്ങളുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫിസിക്കലായി ഒരുപാട് സാധനങ്ങൾ ഇടപെടുന്നുണ്ടാകും. ഇപ്പോൾ ഫുട്ബോൾ കളിക്കുക പറഞ്ഞാൽ ഭ്രാന്താവണ വരെ ഫുട്ബോൾ കളിക്കുക, കൃഷി ചെയ്യുകയാണെങ്കിൽ ആഞ്ഞ് കൈക്കോട്ട് എടുത്തിട്ട് കളിക്കുക, അങ്ങനെ പലതിലും പെടും. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതൊക്കെ മാറി ഫുള്ള് മെഡിറ്റേഷൻ ലെവലിൽ ഇങ്ങനെ ഇതൊക്കെ ഓവറായാലും പ്രശ്നമാണ്. അതായത് കംപ്ലീറ്റ് ഒരു കാര്യമില്ല, നമ്മൾ കംപ്ലീറ്റ് സൈൻഡ് ആയിട്ടുള്ള ഒരു സന്യാസി പോലുള്ള ഒരു ജീവിതം നയിക്കുമ്പോഴുള്ള അവസ്ഥ എന്താണ്? അപ്പോൾ ഇങ്ങനെ രണ്ട് ലെവലിലും പോകാനുള്ള സാധ്യതകളുണ്ട്. എൻ്റെ ലൈഫിലൊക്കെ സംഭവിച്ചതെന്ന് വെച്ചാൽ ഞാൻ കാര്യമായി കൃഷി ചെയ്യുകയും അങ്ങനെ ഓവറായിട്ട് ബോഡി വീക്കാക്കുന്ന ഒരവസ്ഥയിലൊക്കെ ഉണ്ടായിട്ട്, പക്ഷേ ഒരു തരത്തിലൊന്നല്ല, നമ്മൾ ഒന്നൊന്ന് കൂളായിട്ട് മാറും. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ചിലപ്പോൾ ആയിട്ട് നമ്മൾ സിഗരറ്റ് വലിക്കും, ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരിക്കും. അത് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഓരോരുത്തർ ഓരോ രീതിയിലാണ്. അതാണ് INFJ. പ്രത്യേകിച്ച് INFJ മെയിൽ ഭയങ്കര സെൻസിറ്റീവായ ഒരാളായതുകൊണ്ട് തന്നെ, INFJ ആണുങ്ങൾ വളരെ സെൻസിറ്റീവായ ആളുകളായതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര പ്രശ്നമാണത്, ഭയങ്കര പ്രശ്നമാണ്. അപ്പം ഇങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം അൺഹെൽത്തി ആയിരിക്കുന്ന സമയത്ത് ഓവറായിട്ട് സെൻസറി കാര്യങ്ങൾ ഇൻവോൾവ് ആവാണ്ടിരിക്കുക. നമ്മൾ അൺഹെൽത്തി ആകുമ്പോൾ അങ്ങനെ നമുക്കൊരു ടെംപ്റ്റേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ അതിനൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കാം. എനിക്കൊരു സജഷൻ ഉള്ളത്, അത്യാവശ്യം നമ്മൾ അൺഹെൽത്തി ആയിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ കൂൾ വൈബ്സ് തരുന്ന ആളുകളില്ലേ, പാഷനൊക്കെ ഉണ്ടായിരിക്കും. ഒരുപാട് അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞ് നമ്മൾ വെറുപ്പിക്കുന്ന ആളുകളെല്ലാം നമ്മൾ അൺഹെൽത്തി ആയിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് വേണ്ടത്. പലരും എന്താ വെച്ചാൽ അവരുടെ കാര്യങ്ങൾ കുറേ മുന്നേത്താണ്ട് പറയുന്നത് ഒറ്റ പൊക്കാണ്ട് പോകും. അത് നമ്മളെ കാര്യമായിട്ട് ബാധിക്കും. അത് അങ്ങനെയുള്ള ആളുകൾ സെൽഫിഷാണെന്ന് എനിക്ക് പറയുള്ളൂ. അതായത് എല്ലാ ആളുകൾക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും, പക്ഷേ അവനവൻ്റെ പ്രശ്നം തീർക്കുക, അതിന് മറ്റുള്ളവരെ ഉപയോഗിക്കുക എന്നുള്ളത് മഹാ ബോറാണ്. നമ്മൾ പ്രൊഫഷണൽ കൗൺസിലിംഗ് നടത്തുന്ന ആളുകളൊന്നുമല്ല, നമ്മൾ മനുഷ്യരാണ്. അവരുടെ ഈ സങ്കടങ്ങളും സാധനങ്ങളും ഒക്കെ ഇപ്പോൾ ചില ആളുകൾക്ക് വെറുപ്പിക്കും, ലവ് ഫെയിലിയറിനെ കുറിച്ച് അതും ഇതൊക്കെ പറഞ്ഞിട്ട് അവർ അത് കഴിഞ്ഞിട്ട് നമ്മളെ ബ്ലോക്ക് ചെയ്തിട്ടൊക്കെ പോകും. അല്ലെങ്കിൽ ഈ നമ്മളായിട്ട് ഒരു ബന്ധമില്ലാത്തവരോ, നമ്മൾ മെഷീനൊന്നല്ലല്ലോ. അപ്പോൾ നമ്മളൊരു മനുഷ്യനുള്ളതിൽ നമുക്കൊരു പരിഗണന വേണം. ഭക്ഷണം കഴിച്ചോ, അല്ലെങ്കിൽ സുഖമല്ലേ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിക്കുക. ആ ഒരു പരിഗണന ഒന്നും ഇല്ലാണ്ട് കംപ്ലീറ്റായിട്ട് നമുക്ക് ഒരാളുടെ സാധനങ്ങൾ ഫുള്ള് കേട്ടിട്ട് അയാളുടെ ഈ തോന്നിയാസം, അയാളുടെ ഈ ഗോസ്റ്റ് നമ്മൾ സഹിക്കേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച്. അപ്പോൾ ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. ഈ നമ്മൾ അൺഹെൽത്തി ആയിരിക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾ മുതലെടുക്കും. പ്രത്യേകിച്ച് നമ്മുടെ നേച്ചറിലായി കുറേ കപ്പാസിറ്റീസ് ഉണ്ടല്ലോ, ഈ കപ്പാസിറ്റീസിനൊക്കെ അവർക്ക് വേണം. അപ്പോൾ അവർ പലരും സങ്കടം പറഞ്ഞു വരും. എനിക്ക് നല്ല ഉണ്ട്, നമ്മളൊക്കെ ഒരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് പലപ്പോഴും ഒരു പട്ടി ഉണ്ടാവില്ല, പലപ്പോഴും കാര്യം അറിയാലോ. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ മാതിരി നമ്മൾ പോയി കിടക്കുന്ന സമയത്തൊക്കെ, അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവർ വളരെ സെൽഫിഷായ ആളുകൾ അപ്പം തല ചൊറിഞ്ഞ് അല്ലെങ്കിൽ തല റെഡിയാക്കിയിട്ട് തല ഉയർത്തി വരിക. എങ്ങനത്തെ അറിയാം, അവർക്ക് അവരുടെ കുറേ പ്രശ്നങ്ങൾ നമ്മളോട് പറയേണ്ടി വരും. എന്നിട്ട് നമ്മളവരെ ഹാപ്പി ആക്കിയിട്ട് അവർ ഒറ്റ പോക്ക് പോകും. ഒരു കാര്യമില്ല, നമ്മൾ ഈ പറഞ്ഞ പോലെ വലിയ ദിവ്യാത്മാക്കളൊന്നും ആവേണ്ട കാര്യമില്ല. നമ്മളെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം അതേപോലെ തിരിച്ച് ട്രീറ്റ് ചെയ്താൽ മതി.
അപ്പോൾ ഇതൊക്കെ വളരെ ക്രൂരമായിട്ടൊക്കെ പലർക്ക് തോന്നും. പക്ഷേ നമ്മുടെ ഈ സമൂഹത്തിൽ ജീവിക്കണമെങ്കിൽ നമ്മൾ അതൊക്കെ ചെയ്യണം. നമ്മളെ റെസ്പെക്റ്റ് ചെയ്യുന്ന, നമ്മൾ ഇഷ്ടപ്പെടുന്ന, നമ്മളോടൊരു താല്പര്യം കാണിക്കുന്ന, നമ്മുടെ വെൽഫെയർ ആഗ്രഹിക്കുന്ന, നമ്മുടെ നന്മ ആഗ്രഹിക്കുന്ന ആളുകളോട് തിരിച്ചതുപോലെ ചെയ്യാം. അല്ല, ജെനുവിനായ ആളുകളുണ്ടെങ്കിൽ അങ്ങോട്ട് കയറി ഇടപെടുന്നതൊക്കെ നല്ലതാണ്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക, മെൻ്റൽ ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മുഖ്യം ബെഗിലെ മെൻ്റൽ ഹെൽത്ത്, ഇമോഷണൽ ഹെൽത്ത്, സെക്ഷൽ ഹെൽത്ത്, ഫിസിക്കൽ ഹെൽത്ത്, ഇൻ്റലക്ച്വൽ ഹെൽത്ത്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നഷ്ടപ്പെടുത്തിയാണ്ടുള്ള ഒരു പരിപാടിക്ക് ഇറങ്ങാണ്ടിരിക്കുക. അപ്പോൾ അതന്നെ നമുക്കൊരു ബേസിക് കൺസിഡറേഷൻ നമുക്ക് എല്ലാ ആളുകളിൽ നിന്നും നമ്മൾ ഡിസേർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്.